പൂരങ്ങളുടെ പൂരം എന്നറിയപ്പെടുന്ന തൃശ്ശൂർ പൂരം കാണാനാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് തേക്കിൻകാട് മൈതാനം. ഇപ്പോൾ സമയം രാവിലെ 6:30 എന്നിട്ടും ഇത്രയും ആൾക്കാരിവിടെ വന്നു കൂടിയിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ ഇതൊന്നായിരിക്കില്ല ഇവിടുത്തെ ജനത്തിൻ്റെ തിരക്ക്. പിന്നെ ഈ കാണുന്ന വഴിയിലാണ് വൈകുന്നേരം 5 മണിക്ക് കുടമാറ്റം നടക്കുന്നത്. കുടമാറ്റുന്ന സമയത്ത് ഇവിടെ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകും. ഇപ്പോൾ ആൾക്കാരെല്ലാം വന്നു തുടങ്ങിയിട്ടുള്ളൂ. ഇതാണ് തെക്കേ ഗോപുരവാതിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് മാധ്യമക്കാർ വന്നിട്ടുണ്ട്. നമ്മുടെ 24-ലെ ഹാഷ്മിയും അതുപോലെ തന്നെ റിപ്പോർട്ടർ ചാനലിലെ അരുണും എല്ലാവരും ഇവിടെ വന്നു ചേർന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഒരു സമ്മേളനം തന്നെ എന്ന് പറയാം രാവിലെ ഇവിടെ കുറച്ച് സമയം. കാരണം ഒരുപാട് വിശിഷ്ട വ്യക്തികളൊക്കെ വരുമ്പോൾ അവരുടെ അടുത്ത് നിന്ന് പൂരത്തിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ അന്വേഷിക്കുക ഒരു സ്ഥിരം പതിവാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം. കോലം രാഷ്ട്രീയത്തിൽ കോലം കത്തിക്കാനുള്ളതാണെങ്കിൽ പൂരത്തിൽ കോലം എഴുന്നള്ളിക്കാനുള്ളതാണ്. കോലം എന്ന് പറഞ്ഞാൽ വലിയ കാഴ്ച. തെയ്യത്തിന്റെ കോലം എന്ന് പറയും. കോലം മുടി. അതായത് ദേവൻ കടമ്പ് കോലം ഗോപുരമാണ്. ഗോപുരത്തിന്റെ ഉള്ളിലുള്ള ദേവൻ ഇവിടെ ദേവൻ ജനങ്ങളിലേക്ക് ഇറങ്ങി. ഇതാണ് പൂരം. അതെ, ദേവചൈതന്യം ഇങ്ങനെ പ്രസരിക്കും. ദേവൻ ജനങ്ങളിലേക്ക് ഇറങ്ങി. പിന്നെ അതുകൊണ്ട് തന്നെ പൂരത്തിന് പ്രോട്ടോകോൾ റെസ്ട്രിക്ഷൻ പൂര തല്ലെന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ ഞാൻ അമ്പലത്തിന്റെ ഉള്ളിലേക്ക് ഒന്ന് കയറിയതാ. ഒരു മനുഷ്യനെ ഇല്ല ഈ ഭാഗത്തൊന്നും. ഒരു മനുഷ്യനെ പറയാൻ പറ്റില്ല, കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അതിൻ്റെ വേറൊരു ഗോപുരത്തിൻ്റെ പുറത്ത് അവിടെ ഘടകപൂരങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ കുറച്ച് വിഷ്വൽസ് കണ്ടിട്ട് തിരിച്ചു വരാം. ഈ ഘടകപൂരം എന്ന് വെച്ചാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ വടക്കുംനാഥൻ അമ്പലത്തിൻ്റെ അടുത്തുപുറത്തുള്ള കുറച്ച് ക്ഷേത്രങ്ങളിൽ നിന്നും അതുപോലെ കുറച്ച് ദേശക്കാരും അവിടെ നിന്ന് ആനേനൊക്കെ എഴുന്നള്ളിച്ച് ദേവിയുടെയോ ദേവന്മാരുടെ കോലൊക്കെ വെച്ച് ശരിക്കും എഴുന്നള്ളിച്ച് ആനേനൊക്കെ വാദ്യമേളത്തോട് കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവന്നിട്ട് ഈ വടക്കുംനാഥൻ്റെ മുന്നിൽ നടത്തുന്ന പൂരത്തിനാണ് ഈ ഘടകപൂരങ്ങൾ എന്ന് പറയുന്നത്. അത് നമുക്ക് രാവിലെ 7 മണി മുതൽ പല ദേശക്കാരുടെയും പല അമ്പലക്കാരുടെയും ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള പൂരങ്ങളാണ് ഈ കാണുന്നത്. ഈ തൃശ്ശൂർ പൂരം ഉണ്ടായതിനെ പറ്റിയിട്ട് ഒരുപാട് കഥകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതിൽ ഒരു കഥ ഞാൻ പറഞ്ഞുതരാം. ഈ ശക്തനമ്പുരാൻ്റെ കാലത്ത് ഇപ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞേ ഘടകപൂരങ്ങൾ നടത്തുന്ന കുറച്ച് ക്ഷേത്രങ്ങളും ദേശക്കാരെന്ന് പറഞ്ഞില്ലേ, അവരിവിടെ നിന്ന് തൃശ്ശൂരിനും ഇരിഞ്ഞാലക്കുടയ്ക്കും ഇടയിൽ ആറാട്ടുപുഴ എന്ന സ്ഥലമുണ്ട്, കരുവന്നൂർ എന്ന സ്ഥലത്ത്. അപ്പോൾ ആറാട്ടുപുഴ അമ്പലത്തിൽ അവർ ഉത്സവത്തിന് പോവാറുണ്ട്. അപ്പോൾ ഏതൊരു വർഷം അവർക്ക് പോകാൻ സാധിച്ചില്ല. അങ്ങനെ അത് ആറാട്ടുപുഴ ഉത്സവം അവർക്ക് കാണാൻ സാധിച്ചില്ല. അങ്ങനെ ആ ഒരു ദുഃഖം ശക്തനമ്പുരാൻ്റെ അടുത്ത് വന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹമാണ് പറഞ്ഞത്, ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഈ ഘടകപൂരം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതുപോലെ ഇവിടെ വന്നിട്ട് അവതരിപ്പിക്കാനായിട്ട് ശക്തനമ്പുരാൻ്റെ കാലത്ത് ഉണ്ടാക്കിയ ഒരു സിസ്റ്റമാണത്. അത് ഇന്ന് വരെ അതിൽ സമയത്തിൽ പോലും അല്ലെങ്കിൽ ഒന്നിനും ഒരു മാറ്റങ്ങളില്ല. അത് ഒന്നും മാറ്റം വരാൻ സാധിക്കില്ല. അത് അങ്ങനെ തന്നെയാണ് കാലാകാലം ഇന്ന് വരെ ചെയ്തു വന്നിട്ടുള്ളതും ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെയായിരിക്കും.
ഇപ്പോൾ കണ്ട ഈ കലാരൂപം എങ്ങനെയുണ്ട്? കലാരൂപം എന്നല്ല കേട്ടോ, ജീവിക്കാൻ വേണ്ടിയുള്ളൊരു നെട്ടോട്ടാണ് അദ്ദേഹത്തിൻ്റെ. പിന്നെ ഈ കാണുന്ന തിരക്കുണ്ട, അതിനറ്റത്തേക്ക് സൂക്ഷിച്ച് നോക്കിയൊരു 3 ആനകൾ തിടമ്പേറ്റി വരുന്നുണ്ട്. അത് വേറൊരു ദേശക്കാരുടെ പൂരം അവിടെ നിന്ന് വരുന്നതാണ്. നേരത്തെ പറഞ്ഞ ഘടകപൂരം എന്ന് പറഞ്ഞില്ലേ, അങ്ങനത്തെ പൂരം അവിടെ നിന്ന് എഴുന്നള്ളിച്ച് വരുന്നതാണ്. അപ്പോൾ അതിനെ വരവേൽക്കാൻ വേണ്ടിയിട്ട്, ഇവിടെ പറ നിറയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് ഈ നിൽക്കുന്ന ചലച്ചിത്ര താരത്തിന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു, അപർണ ബാലമുരളി, അവരിവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ പറ നിറയ്ക്കാൻ വേണ്ടി നിൽക്കുന്നതാണ്. അതിനിടയിൽ സെൽഫികൾ എടുക്കാനായിട്ട് ആൾക്കാർ ഒരുപാട് വരുന്നു, അവരും സെൽഫികൾ എടുക്കുന്നു. അവരുടെ ഫോട്ടോസ് എടുക്കാൻ ഒരുപാട് ആൾക്കാർ നിൽക്കുന്നുണ്ട്. ഞാനും എടുത്തു 1-2 ഫോട്ടോ. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ബാക്കിയുള്ള പൂരത്തിൻ്റെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിലുണ്ടായിരിക്കും. അപ്പോൾ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.